പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണല്ലോ നമ്മുടെ ശരീരം, പരിപാവനമായ ദേവാലയങ്ങൾ. ഇത് ഒരു മുറിയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധമായ മുറി. ഈ മുറി എന്നത് ശരീരമാകുന്ന ആലയത്തിൽ സ്ഥിതി ചെയ്യുന്ന മനസ്സാകുന്ന മുറിയാണ്. ഈ മുറിയുടെ കതകുകളാണ് ബുദ്ധി, ഓർമ്മ, ഭാവന, അറിവ്, ഇച്ഛാശക്തികൾ. ഇവ 5 ആന്തരിക ഇന്ദ്രിയങ്ങളാണ്. ഇവയാണ് മനസ്സാകുന്ന മുറിയുടെ 5 കതകുകൾ. ഇവ അടച്ചിട്ട് വേണം, അഥവാ അവയുടെ പ്രവർത്തനം നിർത്തിയിട്ട് വേണം നാം നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ. അപ്പോൾ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നമുക്ക് ഉചിതമായ പ്രതിഫലം നൽകും. ഈ പ്രതിഫലമാണ് അവിടുത്തോട് ഏക ആത്മാവായി തീരുക എന്ന് പറയുന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ സൂചനയുടെ അർത്ഥം. ഏകാത്മാവായി തീരാൻ മനുഷ്യന് തടസ്സമുണ്ടാക്കുന്ന കതകുകളാണ് ഈ പറഞ്ഞ 5 ആന്തരിക ഇന്ദ്രിയങ്ങൾ. ഇവ നാം ലോകത്തിലേക്ക് തുറന്നിരിക്കുന്നു. ഇവയിലൂടെ ലോകത്തിലെ വായു മനസ്സാകുന്ന മുറിയിലേക്ക് പ്രവേശിക്കുന്നു. മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ മനസ്സിൻ്റെ ഇപ്പോഴത്തെ 5 വാതിലുകൾ അടയുന്നു. ഈ വാതിലുകളിൽ കൂടി, അഥവാ ഇന്ദ്രിയങ്ങളിൽ കൂടി, ലോകത്തിൽ നിന്നും വന്നിരുന്ന വായുവും നിലയ്ക്കുന്നു. അത് നാം ബോധപൂർവം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം അഥവാ വാസം നാം തിരിച്ചറിയുന്നു. മനസ്സിൻ്റെ ഏകാഗ്രതയിലാണ് ദൈവാത്മാവിൻ്റെ മനുഷ്യാത്മാവിലുള്ള സംയോജിക്കൽ തിരിച്ചറിയാൻ സാധിക്കുക. പ്രിയ സഹോദര സഹോദരി, ഏകാഗ്രതയില്ലാത്ത മനസ്സുകൾക്ക് ദേവാലയത്തിൽ വസിക്കുന്ന ദൈവാത്മാവിനെ തിരിച്ചറിയുവാനോ അനുഭവിക്കുവാനോ സാധിക്കുകയില്ല. ശരീരമാകുന്ന ദേവാലയത്തിലാണ് ആത്മാവ് വസിക്കുക. ഈ ആലയത്തിൽ തന്നെയാണ് നമ്മുടെ മനസ്സും സ്ഥിതി ചെയ്യുന്നത്, ഒന്നായിട്ട് തന്നെ. അതിനാൽ ആത്മാവിനും മനസ്സിനും വസിക്കാൻ ശരീരമെന്ന ആലയം കൂടിയേ തീരൂ. ആത്മാവ് അനശ്വരതയെ പ്രാപിക്കുമ്പോൾ ശരീരം ധൂളിയിലേക്ക് മടങ്ങുന്നു. ശരീരത്തിനും ആത്മാവിനും ഇടയിലുള്ള ഒരു പ്രതിഭാസമാണല്ലോ മനസ്സ്. ഇതേക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നമ്മുടെ ഈ മുറിയുടെ കതകുകളെ അടച്ച് ഭദ്രമാക്കി പിതാവുമായിട്ടുള്ള സംഭാഷണത്തിൽ ഏകാഗ്രതയോടെ ഏർപ്പെടാൻ നമ്മൾക്ക് തയ്യാറെടുക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.